എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനൽ വ്യത്യസ്ത വിഷയങ്ങളുമായി വീണ്ടും നിങ്ങളിലേക്ക് വരുന്നു. ചാനലിൻ്റെ വലതുവശത്ത് കാണുന്ന ജോയിൻ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. 89 രൂപ അടച്ചാൽ സിൽവർ മെമ്പർഷിപ്പ്, 299 രൂപ അടച്ചാൽ ഗോൾഡ്, 1999 അടച്ചാൽ ഡയമണ്ട് മെമ്പർഷിപ്പ്. എല്ലാവരും ഞങ്ങളുടെ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളെ സഹായിക്കണം. ഇന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ആ ഒരു മണിക്കൂർ എന്തായിരുന്നു ചർച്ച ചെയ്തത്? പുട്ടിനും മോഡിയും കൂടി റൂമിലിരിക്കാതെ, സ്വകാര്യമായി ഇരിക്കാതെ, മറ്റുള്ളവരെ ആരും കാണാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞ് കാറിലിരുന്ന് എന്താണ് ചർച്ച ചെയ്തത്? വളരെ പ്രധാനപ്പെട്ട ഒരു ലോകം ഇന്ന് കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് നരേന്ദ്രമോദിയുടേതായി ട്വീറ്റ് ചെയ്ത് വെളിയിൽ വന്നിട്ടുള്ളത്. എന്താണ് സംഭവിച്ചത്? റഷ്യൻ പ്രസിഡന്റും വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റിസ്കാൾസൺ ഹോട്ടലിലേക്ക് പോകുന്നതിനിടയിൽ ഉച്ചകോടി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ, ഹോട്ടലുമായി ബന്ധപ്പെടുത്തി ഉച്ചകോടി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പുടിൻ കാത്തു നിന്നു. 10 മിനിറ്റ് കഴിഞ്ഞാണ് മോഡി ഇറങ്ങി വന്നത്. അപ്പോൾ മോഡി മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചിട്ട് ഇറങ്ങി വരാൻ 10 മിനിറ്റ് എടുത്തു. ഈ സമയം പുടിൻ കാറിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയ മോഡി കാറ് പുറത്തിട്ടതിന് ശേഷം പുടിൻ്റെ കാറിൽ കയറി 50 മിനിറ്റോളമാണ് ചർച്ച നടന്നത്. തുടർന്ന് ഹോട്ടലിൽ നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ചർച്ചയും നടന്നു. ഉക്രൈനുമായിട്ടുള്ള യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന് മോഡി ആവശ്യപ്പെട്ടതായി പറയുന്നു. അതിനുള്ള നടപടികൾ ഒരുപക്ഷെ പുടിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ അമേരിക്ക ഈ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളും പ്രതിരോധവും വളരെ ഗൗരവമായി ചർച്ച ചെയ്തിരുന്നു. ഇരുവരും ഒരുമിച്ച് യാത്ര ചെയ്ത വാഹനത്തിലിരുന്ന് അസാധാരണ ചർച്ച നടത്തിയതും യാത്രയുടെ ഫോട്ടോ മോഡി എക്സിൽ പങ്കിട്ടു. പുടിനുമായുള്ള ഓരോ ചർച്ചയും എപ്പോഴും ഉൾക്കാഴ്ച നൽകുന്നവയാണെന്ന് മോഡി പറഞ്ഞു. വലിയ രൂപത്തിലാണ് ഈ സമ്മേളനം ചൈനയിൽ കഴിയുന്നത്. SCOസിൽ ഇന്ത്യൻ നിലപാടിന് അംഗീകാരം ലഭിച്ചു. മാത്രമല്ല പാകിസ്ഥാൻ പ്രസിഡന്റും ഉണ്ടായിരുന്നു. ഒരു ലോക നേതാവും അദ്ദേഹത്തെ ശ്രദ്ധിച്ചേയില്ല എന്നുള്ളതും പാകിസ്ഥാൻ ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഭീകരവാദം ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള പുതിയ സന്ദേശം 2025 വന്നല്ലോ. കൂലിക്കാരെ വച്ചുള്ള ഭീകരത നമുക്ക് വേണ്ട. കാരണം മറ്റ് മത ഹിസാബുൾ പോലുള്ള ഖാലിസ്ഥാൻ വാദമൊക്കെ പറഞ്ഞ് നടക്കുന്ന വേറെ ഒരുപാട് ആളുകളുണ്ട്. ലോകത്ത് ഒരുപാട് ഭീകര സംഘടനകളുണ്ട്. അവരെ വച്ചുകൊണ്ട് വിഘടനവാദവും മത തീവ്രവാദവും ഒക്കെ പറയുന്നവരെ വെച്ചുകൊണ്ടുള്ള ഈ പരിപാടി വേണ്ട എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഭീകരാക്രമണത്തിലൊന്നും ഒരു ഒത്തുതീർപ്പും നമ്മളില്ല. തീർച്ചയായിട്ടും ഒത്താശ ചെയ്യുന്നവരാരായാലും അവരെ നിയമവ്യവസ്ഥയുടെ മുന്നിൽ കൊണ്ടുവരും. തീർച്ചയായിട്ടും അത് വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷരീഫും പങ്കെടുത്ത ഉച്ചകോടിയിൽ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ ഉയർത്തുന്ന വാദങ്ങളെ ഇത്രയും കാലം ചൈന എതിർത്തിരുന്നുവെങ്കിലും പക്ഷെ നമുക്ക് ഇവിടെ വെച്ച് ഈ ഷാങ്ഹായ് മീറ്റിങ്ങിൽ വെച്ച് വലിയ ഒരു മുൻകൈ കിട്ടി. നടപടിയാണ് വേണ്ടത്, ഇരട്ടത്താപ്പ് വേണ്ട എന്ന് മോഡി വളരെ കൃത്യം പറഞ്ഞു. ഭീകരവാദത്തെ ഒരു വശത്ത് പ്രോത്സാഹിപ്പിക്കുകയും മറുവശത്ത് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് അംഗരാജ്യങ്ങൾക്ക് മോഡി നന്ദി പറയുകയും ചെയ്തു. എല്ലാ രീതിയിലുമുള്ള ഭീകരതയെ ചെറുക്കാൻ ഉറച്ച നടപടി സ്വീകരിക്കണമെന്നും ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് ധനസഹായം കൊടുക്കുന്നത് മതിയാക്കണമെന്നും മോഡി ആവശ്യപ്പെട്ടു. എന്തായാലും വളരെ കൃത്യമായ ഒരു നിലപാട് വന്നു. SCOയിൽ നിന്ന് ഷാങ്ഹായ് സർവീസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന SCOയിൽ നിന്ന് നല്ല സഹകരണമാണ് മോഡി പ്രതീക്ഷിച്ചും പറയുകയും ചെയ്തത്. അടുത്ത ഇന്ത്യൻ പ്രതിജ്ഞാബദ്ധങ്ങൾ ഇന്ത്യ ഉച്ചകോടിയുടെ വിജയകരമായ സംഘാടനത്തിനും ആതിഥ്യമര്യാദയ്ക്കും ചൈനീസ് പ്രസിഡന്റ് ഷിം ജിൻപിങ്ങിന് പ്രധാനമന്ത്രി നന്ദി പറയുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമ്മേളനം ചൈനയിൽ വെച്ച് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ MA ബേബിയും ഒക്കെ ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ലോകസമാധാനത്തിൻ്റെ പുതിയ കരാറുകൾ ചൈനയിൽ നിന്ന് ഉണ്ടായി വരുന്നു. എന്തായാലും ലോകം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്, ചൈനയിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. അടുത്ത വർഷത്തെ സമ്മേളനം നടക്കുന്ന ഇന്ത്യയിലാണ്. ലോകരാഷ്ട്രങ്ങൾ ഇവിടെ വരുന്നു. കൃത്യമായി അമേരിക്ക ഡൊണാൾഡ് ട്രംപ് ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് ലോകത്തിപ്പോൾ കാണുന്നത്. എന്തായാലും ട്രംപും ഇത്തരത്തിലുള്ള നിലപാടുകൾ ട്രംപ് എടുക്കുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നരേന്ദ്രമോദിയും 50 മിനിറ്റിലധികം കാറിൽ ഇരുന്ന് എന്താണ് സംസാരിച്ചിട്ടുണ്ടാവുക?
അത് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന പുതിയ തീരുമാനങ്ങളാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.